വിവാദങ്ങൾക്കൊടുവിൽ കെപിസിസിയുടെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ സമാപനം ഇന്ന്. സർക്കാരിനെതിരെ പട നയിക്കാൻ ഇറങ്ങിയ നേതാക്കളുടെ നാക്കുപിഴ പാർട്ടിക്ക് പലപ്പോഴും തിരിച്ചടിയായി. എങ്കിലും പാർട്ടിയെയും അണികളെയും തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കാൻ സമരാഗ്നി കൊണ്ടായെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഫെബ്രുവരി 9-ന് കാസർഗോഡ് തുടങ്ങിയ യാത്ര തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുന്നതിനൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കം കൂടിയായിരുന്നു ലക്ഷ്യം. കൈകോർത്ത് പിടിച്ചു തുടങ്ങിയവർ ഓരോ ജില്ല കഴിയുന്തോറും കൈ അയച്ചു. കോട്ടയത്തെത്തിയപ്പോൾ കേരള കോൺഗ്രസിന്റെ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന് കെ സുധാകരൻ. വിവാദമായതോടെ തമാശ പറഞ്ഞു എന്നാക്കി മാറ്റി. പിന്നീടും കെ സുധാകരന്റെ നാവുപിഴ തുടർന്നു. ആലപ്പുഴയിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിനെത്താൻ വൈകിയ പ്രതിപക്ഷ നേതാവിനെതിരെ അശ്ലീല പ്രയോഗം. വിവാദമായതോടെ ജ്യേഷ്ഠാനുജ ബന്ധം പറഞ്ഞ് വിശദീകരണം. ദേശീയ നേതൃത്വത്തിന് പരാതിയുമായി സതീശൻ. ഒത്തുതീർപ്പിന് വിളിച്ച KC വേണുഗോപാൽ ഇരുവരെയും ഓർമ്മിപ്പിച്ചത് കേരളത്തിലെ പാർട്ടിയുടെ സ്ഥിതി. തമ്മിലടിച്ചു നിന്ന് ഉള്ളതും കൂടി കയ്യിൽ നിന്ന് പോകരുതെന്ന് ഓർമ്മപ്പെടുത്തലും. താൽക്കാലിക വെടിനിർത്തൽ നടത്തിയെങ്കിലും ഒരുമിച്ച് പത്രക്കാരെ കാണാതെ വെവ്വേറെ എത്തി പ്രതികരണം. പത്തനംതിട്ടയിലെത്തുമ്പോൾ പതിവ് സംയുക്ത വാർത്താ സമ്മേളനം തന്നെ ഒഴിവാക്കി. രാജ്യസഭയിൽ കണ്ണുനട്ട കെ സുധാകരനെ ലോക്സഭയിൽ തന്നെ മത്സരിപ്പിക്കാനിറക്കി തിരിച്ചടി നൽകിയുള്ള മറുപക്ഷ നീക്കം വിജയം കണ്ടതും സമരാഗ്നി യാത്രക്കിടെ. തീയിങ്ങ് തിരുവനന്തപുരത്തെത്തുമ്പോൾ ആശ്വസിക്കാനാകുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപായി പാർട്ടിയെ ഉണർത്താൻ യാത്രയ്ക്കായി എന്നുള്ള വിലയിരുത്തലാണ്. എന്നാൽ അത് എത്രത്തോളം പ്രതിഫലിക്കുമെന്നത് കണ്ടറിയണം. വലിയ തെറ്റില്ലാത്ത രീതിയിൽ KPCC നിർദ്ദേശിച്ച പ്രകാരമുള്ള ഫണ്ട് പിരിവ് നടന്നിട്ടുണ്ട്. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള തർക്കം അണികൾ വളരെ പ്രകടമായി കണ്ടതും സമരാഗ്നിയിൽ. വെള്ളപൂശിയിട്ടും പുറത്തുവന്ന അസഹിഷ്ണുത അണികൾക്കിടയിലുമുണ്ട്. കെ സുധാകരനോടുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് പറയാൻ അനുവദിക്കാതെ മറുപടി നൽകിയത് പ്രതിപക്ഷ നേതാവ്. ഒരിക്കൽ കൂടി യാത്രയെ തന്നെ വെട്ടിലാക്കാതിരിക്കാനായിരുന്നു ഈ കരുതലെന്ന് വേണം ഊഹിക്കാൻ. അടിസ്ഥാനരഹിതമായ വാർത്തകളാണ്. പെൻഷൻ കിട്ടാത്ത വയോജനങ്ങളും ഭിന്നശേഷിക്കാരും, ഗ്രാന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ, വീടില്ലാത്തവർ, അങ്ങനെ വലിയൊരു പരാതി സമാഹരിച്ച് അത് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ യാത്രയ്ക്കായിട്ടുണ്ട്. കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള വികാരം സ്വരൂപിക്കാനായതും ഗുണമെന്ന് പാർട്ടി വിലയിരുത്തൽ. യാത്രയുടെ സമാപനം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. മുഖ്യാതിഥിയായി എത്തുന്നത് സച്ചിൻ പൈലറ്റ്. റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.